മനസ്സിലാകുന്നത്. ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ഖത്തർ ഞെട്ടൽ രേഖപ്പെടുത്തി. കാരണം അപ്രതീക്ഷിത സമയത്തായിരുന്നു ഇത്തരമൊരു സൈനിക നീക്കമുണ്ടായത് എന്ന തരത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം, സുരക്ഷിത ഇടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നതായിരുന്നു എംബസിയിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ. നിങ്ങൾക്ക് ഇന്റേണലായി ഇപ്പോൾ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ മേഖല സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ എംബസിയുടെ ഭാഗമായോ രാഷ്ട്രങ്ങളുടെ ഭാഗമായോ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? എന്തൊക്കെ മുൻകരുതലുകൾ ഉണ്ട് അവിടെ? ഞാനുള്ളത് ബഹ്റൈനിലാണ്. ഇന്നലെ സെയിം ടൈമില് 7:37 അലാറം വന്നു. കാരണം മിനിഞ്ഞാന്ന് അമേരിക്കയുടെ ആക്രമണം ഇറാനിൽ നടന്ന ശേഷം പൊതുവെ ഈ മേഖലകളിൽ തിരികെ ഇറാന്റെ ആക്രമണം അമേരിക്കൻ ബേസിൽ ഉണ്ടാകുമെന്നൊരു പ്രഖ്യാപനത്തിന് ശേഷം കുറച്ചൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ പകലോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ മാറി. അതായത് മിനിസ്ട്രീസിൽ നിന്ന് ഇവിടെ ഗവൺമെന്റ് വളരെ അലേർട്ടാണ്. അപ്പോ എല്ലാവരുടെയും രജിസ്റ്റേർഡ് മൊബൈലുകളിലേക്ക് മെസ്സേജുകൾ അയക്കുക. പബ്ലിക് അലാം സിസ്റ്റം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ട്രാഫിക് പോലീസ് സംവിധാനങ്ങൾ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളിലും ഉണ്ട്. അതിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം എല്ലാവരുടെയും മൊബൈലുകളിലേക്കും അവരവരുടെ ഓഫീസുകളിലും അങ്ങനെയെല്ലാം കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അപ്പൊ ഇന്നലെ പകല് സ്ഥിതിഗതികൾ സാധാരണ നിലയിലായി. നേരത്തെ മിനിഞ്ഞാന്ന് ഈ പ്രശ്നം ഉണ്ടായപ്പോ ഓഫീസുകളൊക്കെ ഗവൺമെന്റ് ഓഫീസുകളും എല്ലാം 70% ആൾക്കാർ വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി. സ്കൂളുകളും കോളേജുകളും ഒക്കെ അടച്ചു. അടയ്ക്കാത്തതെല്ലാം ഓൺലൈനാക്കി. ഇങ്ങനെല്ലാം ചെയ്തു വെച്ചിരുന്നിടത്ത് ഇന്നലെ പകല് അനൗൺസ്മെന്റ് വന്നു, എല്ലാം നോർമലായി. ഇന്ന് മുതൽ എല്ലാം വീണ്ടും റെസ്യൂം ചെയ്യുന്നു. അങ്ങനെ എല്ലാ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഒരു 7:30 കഴിഞ്ഞപ്പോ 7:37 പ്രിസൈസ്ലി ആ സമയത്ത് രാജ്യത്തെ എമ്പാടും വൻ രീതിയിൽ അലാം മുടങ്ങാൻ തുടങ്ങിയത്. കാരണം ജനങ്ങളെല്ലാവരും മിക്കവാറും എല്ലാവരും പുറത്തായിരുന്നു ആ സമയത്തൊക്കെ. ഞാനും അതേ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ വലിയ അലാം വരുന്നു. അത് ഒന്നല്ല 3 തവണ തുടരെ വന്നു. അപ്പൊ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നവരെല്ലാം രാജ്യത്തിന്റെ ഷെൽട്ടറുകളെല്ലാം നേരത്തെ പ്രഖ്യാപിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മോളുകളിലെയും എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെയും സെക്യൂരിറ്റി ഗാർഡുകൾ അവർക്കെല്ലാം ഉള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജനങ്ങളെ എല്ലാം പ്രധാന നിരത്തുകളിൽ നിന്ന് മാറ്റി പബ്ലിക്കിൽ ഉണ്ടായിരുന്നവരോടെല്ലാം ഉള്ളിൽ പോകാൻ പറഞ്ഞു, അണ്ടർഗ്രൗണ്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ നിന്നു. പിന്നീട് മനസ്സിലായത് മിനിസ്ട്രിയുടെ മെസ്സേജുകൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബഹ്റൈന്റെ ആകാശത്തോടുകൂടി അൺഐഡന്റിഫൈഡ് ഒബ്ജക്ട്, അത് മിസൈല് പാഞ്ഞതാണോ ഖത്തറിലേക്കെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ഇത് പാഞ്ഞപ്പോഴാണ് ഇവിടെ അലേർട്ട് വന്നത് എന്ന് നമ്മൾ അറിഞ്ഞു. കാരണം ബഹ്റൈൻ അറിയാം, US-ന്റെ 18 ബേസുകളില് അവരുടെ നാവികസേനയുടെ ആസ്ഥാനം 6ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ബഹ്റൈനാണ്. ബഹ്റൈൻ വളരെ ചെറിയൊരു രാജ്യമാണ്. 750 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ അതിന്റെ തന്നെ ഏറ്റവും കണ്ണായ ഒരു സ്ഥലത്താണ് ഇത് ഉള്ളത്. അപ്പൊ അവിടെ ലാക്കാക്കി ഒരു അടി വരിക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് രാജ്യത്തെ എല്ലായിടത്തും അതിന് ഇമ്പാക്ട് ഉണ്ടാവും. മാത്രമല്ല ഇവിടെ വളരെ ജനസംഖ്യ വളരെ കൂടുതലുണ്ട്. അത് 16 ലക്ഷമേ ഉള്ളൂ ഇത്രയും ചെറിയൊരു സ്ഥലത്തെങ്കിലും. ഉള്ള സ്ഥലത്ത് പകുതി ഭാഗം ഡെസേർട്ടും ബാക്കിയുള്ള വളരെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാഷ്വാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതോറിറ്റീസ് വളരെ അലേർട്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ. പക്ഷെ ആ ഒരു സമയം വലിയ പരിഭ്രാന്തി, ജനങ്ങൾ റോഡിലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ കുറെ ഓടുകയും വണ്ടികളെല്ലാം പെട്ടെന്ന് പരിഭ്രാന്തരായിട്ട് മെയിൻ റോഡുകളിൽ നിന്നൊക്കെ മാറുകയൊക്കെ ചെയ്തെങ്കിലും തുടരെ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് എല്ലാം ക്ലിയർ ആയി. ഏകദേശം 9 മണിയായപ്പോഴത്തേക്ക് വന്നു ബഹ്റൈൻ ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ എല്ലാം. അതേ സമയത്ത് തന്നെ ഇവിടെ വ്യോമപാത അടച്ചു. ഇതേ ഏരിയയിലൂടെ പൊക്കോണ്ടിരുന്ന മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ പൊക്കോണ്ടിരുന്ന വിമാനങ്ങളൊക്കെ എയർപോർട്ടിൽ ഇറക്കി. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ 9 മണി കഴിഞ്ഞ് സ്ഥിതിഗതികളിൽ നോർമലായി എന്ന് വന്നു. 10 മണിയായപ്പോഴത്തേക്ക് ഈവൻ എയർ സ്പേസ് വരെ തുറന്നു. വിമാനങ്ങളൊക്കെ വീണ്ടും യാത്രകളൊക്കെ തുടങ്ങി. ഇന്നിപ്പോ പകല് പൂർണ്ണമായും എവറിത്തിങ് ഈസ് ബാക്ക് ടു നോർമൽ ആണ്. ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മിനിസ്ട്രിയുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എല്ലാം നോർമലാണ്, ഒന്നും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. പ്രിക്കോഷൻസ് എല്ലാം അതേപോലെ ഉണ്ട്. ഗവൺമെന്റിന്റെ അതോറിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ വെടിനിർത്തൽ എന്നൊരു വാർത്തയും കൂടെ കേട്ടതോടുകൂടി നല്ല സമാധാനങ്ങൾ വരുന്നുണ്ട്. ശരി, ഇപ്പോൾ മേഖല സമാധാനത്തിലേക്കാണ്, ബാക്ക് ടു നോർമൽ എന്നതാണ് സിറ്റുവേഷൻ എന്നതാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.